ഹായ് ഹലോ നമസ്കാരം. നിങ്ങൾക്ക് വിവിയ സാന്ത് എന്ന് പറയുന്ന നായിക എത്ര പേർക്കറിയാം? ഒരൊറ്റ സിനിമ കൊണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ കയറിയ ഒരു നായികയാണ്. അവർ മലയാളത്തിൽ 3, 4, 5 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഈ ഒരു സിനിമയിലെ ഒരു സീനാണ് എല്ലാവരും ഓർത്തിരിക്കുന്നത്. ഈ പറയുന്ന രണ്ട് സിനിമകളിൽ അവർ ശ്രദ്ധേയമായ 2 വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. ഇ.ടി. മാണി മീഡിയം ചൈനയിൽ ലാലേട്ടനുമായിട്ട് ഒരു ഈ ചൈനയിലുള്ള ഒരു പെൺകുട്ടിയായിട്ടൊരു പ്രണയം ഉള്ളതായിട്ട് കാണിക്കുന്നത് ഇതേ നായിക തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വിജയ് സൂപ്പറും പൗർണമി എന്ന് പറയുന്ന ആ സിനിമയിൽ ഒരു റോളുണ്ട്. ആ ഒരൊറ്റ റോള് കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഒരു തേപ്പുകാരി എന്നുള്ളൊരു പട്ടം വീണ ഒരു പെൺകുട്ടിയാണ് ഈ വിവിയ എന്ന് പറയുന്നത്. അപ്പം വിവിയയുടെ എന്താ പറയുന്നത്, ആദ്യം എന്തായാലും നമുക്ക് പറഞ്ഞു വരുന്നതിന് മുമ്പ് ആ സീൻ ഒന്ന് കാണാം. സീൻ കണ്ടിട്ട് അതിനകത്ത് ഈ ഞാൻ കാണിക്കുന്ന സീനിനകത്ത് അവരുടെ മുഖവും മറ്റു കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും അവരുടെ മുഖം പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. സിനിമയുടെ ആ ഒരു ഫോട്ടോ ഞാനിവിടെ വെക്കാം അവരെ. അപ്പം വിവിയുടെ ആദ്യം ആ ഒരു സീനൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. സർ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്? അതെ, ഞാൻ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 3 റിസോർട്ടുകളുടെ ഡീറ്റെയിൽസ് സാറിൻ്റെ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യാം. ദയവായി സാറിൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറയും. സോറി, എൻ്റെ നമ്പർ റിവീൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ വൈഫിൻ്റെ നമ്പർ തരാം. 9207066221. കറക്റ്റാണ്. 9207066221 കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. ഇതെങ്ങനെ മനസ്സിലായി? 9207066221. അതെ, നമ്പർ കറക്റ്റാണ്, കൺഫേം ചെയ്തിരിക്കും. ഇത് രേഷ്മയുടെ നമ്പറിൽ? രേഷ്മ എങ്ങനെ അറിയാം? രേഷ്മ തന്നെ ആരാന്ന് പറഞ്ഞേ? താനോ? നീ ആരുടെ കോപ്പെ താനെന്ന് വിളിക്കാൻ? രേഷ്മ എങ്ങനെ അറിയാന്ന് പറ. നിനക്ക് ഞാൻ ആരാന്നറിയോ? അവൾ എന്റെ വൈഫാണോ ഗേൾ ഫ്രണ്ട് ആണോ നിന്നോട് പറയേണ്ട കാര്യം ഉണ്ടോ? ബ്ലഡി ഇഡിയറ്റ്. ഉണ്ടെങ്കിൽ ഹലോ വിജയ്. ഈ സിനിമ കണ്ടവരാരും ഈ ഒരു തേപ്പുകാരി ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. അത്രയ്ക്കും എന്താ പറയുന്നത്, ഹൃദയത്തിൽ ഇങ്ങനെ ഇത് ചെയ്യുന്ന ഒരു കോമഡി കലർന്ന എന്ന നൊമ്പരപ്പെടുത്തുന്ന ഒരു എന്താ പറയുന്നത് തേപ്പിൻ്റെ കഥയാണ് ഈ ഒരു കഥ. എന്നിരുന്നാൽ പോലും ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. ഈ അടുത്ത് അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം ഈ അനൂപേട്ടൻ ഗുലുമാൽ, ഫ്രാങ്കിൻ്റെ രാജകുമാരനായ അനൂപേട്ടൻ്റെ ഗുലുമാൻ ഓൺലൈൻ എന്ന് പറയുന്ന ചാനലിലൊരു പ്രാങ്ക് വീഡിയോ വന്നിരുന്നു. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഈ അനൂപേട്ടൻ്റെ പ്രാങ്ക്. ഓൺലൈൻ മീഡിയയിലുള്ള കാര്യം അധികം വേദനിപ്പിക്കാതുള്ള ആൾക്കാരെ ഫോണിൽ വിളിച്ചിട്ടുള്ള പ്രാങ്കൊക്കെ അദ്ദേഹം വേറെയും ചെയ്തിട്ടുണ്ട്. അതിനൊരുപാട് വിമർശനങ്ങൾ വന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ഒരു വഴിക്ക് തിരിഞ്ഞു. ഒരുപാട് നല്ല നല്ല അഹാനയുടെയൊക്കെ കളിയാക്കുന്നതൊക്കെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. പ്രാങ്ക് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അനൂപേട്ടൻ്റെ ഓൺലൈനിൽ വരുന്ന സംഭവം ഞാൻ ഒന്നും വിടാതെ കാണുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ വിവിയ സാന്തിൻ്റെ ഒരു വീഡിയോ വരുന്നത്. മലയാളികളുടെ മനസ്സിൽ തട്ടിപ്പുകാരിയും അല്ലെങ്കിൽ പറ്റിപ്പുകാരിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു തേപ്പുകാരിയൊക്കെ ആയ വിവിയ എത്ര പാവമാണെന്നും നല്ലൊരു കലാകാരിയാണ്. അവർ അത്ലറ്റാണ്. ഞാനിപ്പം പോയി അവരുടെ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ ഒരു അത്ലറ്റായിരുന്നു. അതിനുശേഷം നല്ലൊരു കലാകാരിയാണ്. നാടക സമിതി നാടകമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് സമയം കളയുന്ന, സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പം എന്താ പറയുക, തെലുങ്കിലും തമിഴിലുമായിട്ടൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം വിസിബിളായിട്ടുള്ള സിനിമകളിൽ തന്നെ വിസിബിളായിട്ടുള്ള വേഷങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടോ മലയാളത്തിലധികം അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ആ പ്രാങ്ക് വീഡിയോ നമുക്ക് നമ്മുടെ തേപ്പുകാരിയുടെ, മലയാളികളുടെ സ്വന്തം തേപ്പുകാരിയുടെ ആ ഒരു പ്രാങ്ക് വീഡിയോ നമുക്ക് എന്തായാലും ഒന്ന് കാണാം. പേര് ചക്രവർത്തി എന്നാണ്. ചക്രവർത്തി അല്ല, ചക്രവർത്തി. കൊച്ചിയാണോ? അല്ലല്ല, ഞാൻ ഇപ്പൊ വലുതായി. കൊച്ചൊന്നുമല്ല, ചെറുപ്പത്തിലായിരുന്നു കുഞ്ഞത്. നമ്മുടെ ഒരു CT ബോക്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് ആണ് മാഡം. ഹാമ്പർ ബോക്സ്. അതെന്തൊക്കെയാ പ്രൊഡക്ട്സ് വെക്കാറ്? ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് നഖം വെട്ടി, അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ അഴുക്കൊക്കെ കുത്തിയിരിക്കുന്ന സാധനങ്ങൾ, കുത്തിക്കളയാൻ പറ്റുന്ന സാധനങ്ങളെ. ഏത് ബ്രാൻഡാ? എന്റെ ഞാൻ പണ്ട് തൊട്ടേ MH ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് ശവപ്പെട്ടിക്കട, ശങ്കർ കോരട്ടിയുടെ ശവപ്പെട്ടിക്കട ആരായാലും പറഞ്ഞത്. ഷോപ്പട്ടിയുടെ ആണോ കൊളാബ്? പിന്നല്ലാണ്ട് ഞാൻ വല്ല നഖംപെട്ടിയുടെ ആണോ കൊളാബ് ചെയ്യേണ്ടത്? ഇപ്പൊ എന്തായാലും ഡേറ്റ് ഇല്ല ചേട്ടാ. ഡേറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഈന്തപ്പനൊന്നും പറിച്ചുകൊണ്ട് തരാം. അതല്ല പ്രശ്നം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രാങ്ക് വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. റിയാക്ട് ചെയ്യുമെന്നല്ല, എനിക്ക് ഈ പെൺകുട്ടിയുടെ ആ ഒരു നിഷ്കളങ്കതയും
എന്താ പറയുന്നത്, അവർ ഇത്രയും അനൂപേട്ടൻ നന്നായിട്ട് പ്രകോപിപ്പിച്ചിട്ട് പോലും ഈ വീഡിയോയുടെ ഫുള്ള് ഇത് അനൂപേട്ടൻ്റെ ഓൺലൈൻ, അത് പ്രാങ്ക് ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചാനലുണ്ട്, അനൂപേട്ടൻ്റെ ചാനലാണ്. അപ്പോൾ അതിൽ പോയി നിങ്ങൾ കാണുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഗൂലുമാൽ ഓൺലൈൻ അങ്ങനെയാണ് ആ ചാനലിൻ്റെ പേര്. അതിൽ പോയി കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര നിഷ്കളങ്കയായൊരു ഇത്. നമ്മൾ റിയൽ ലൈഫ് ഒന്നല്ല എന്ന് പറയുമ്പോൾ എന്തോടെ ഈ സിനിമയെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നതെന്നായിരിക്കും. അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന മിക്കവാറുമുള്ള എല്ലാം റിയൽ ലൈഫാണ്. ഈ പ്രാങ്ക് കണക്കുള്ള സംഭവത്തിൽ കുറച്ച് റിയലായിട്ടുള്ള ക്യാരക്ടർ നമുക്ക് കിട്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ വിവിയ എന്ന് പറയുന്ന വ്യക്തി നല്ല വ്യക്തിത്വമുള്ള, എന്താ പറയുന്നത്, ഒരുപാട് നന്മയുള്ളൊരു പെൺകുട്ടിയാണെന്ന് നമുക്കിവിടെ കാണാം. ഒരുപാട് പേര്, എന്താ പറയുന്നത്, ഒരുപാട് പേർക്ക് ഈ ഒറ്റ വീഡിയോ ഉണ്ട്. ഇതിന് മുമ്പ് ഈ പെൺകുട്ടി ഒരുപാട് ഫോട്ടോയും മറ്റുമൊക്കെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുമായിരുന്നു. പണ്ട് മുതലേ ഇടുമായിരുന്നു. അന്ന് അത്ലറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം സിനിമയുടെ കുറേ പ്രമോഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഇടാൻ നേരത്തെ ഈ പെൺകുട്ടിക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, തേപ്പുകാരി 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 എന്ന് പറഞ്ഞിട്ട്. അതായത് സിനിമയെ പോലും റിയലായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ പതിച്ചു കൊടുക്കുന്ന, അവരുടെ ആറ്റിറ്റ്യൂഡ് അതാണെന്ന് നമ്മൾ അങ്ങ് സമർത്ഥിക്കാൻ നോക്കുന്ന കണക്കുള്ളൊരു, നമ്മളങ്ങനെ കരുതുന്നു. അതിപ്പോൾ നമ്മൾ വിചാരിക്കത്തില്ല. ചില കലാരംഗങ്ങൾ നന്നായിട്ട് അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തോന്നും ചിലപ്പോൾ അവരുടെ റിയൽ ക്യാരക്ടറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്. എത്രയോ വില്ലൻ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇതാണ് കാര്യം. പക്ഷേ ഇവരുടെ ഒന്നും ലൈഫിൽ അങ്ങനെ അല്ല. അവരൊരുപാട് വില്ലൻ വേഷമൊക്കെ ചെയ്യുന്നുള്ളതായിരിക്കും. അതായത് പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആ കലയോടുള്ള സ്നേഹം കൊണ്ടൊക്കെയാണ് അവരത് ചെയ്യുന്നത്. പണത്തിന് വേണ്ടി ആവാം, എന്നാലും ഈ കലയോടുള്ള സ്നേഹം ഉണ്ടായാലേ ആ ക്യാരക്ടർ ഒരാളുടെ മനസ്സിലേക്ക് വെറുപ്പ് സമ്പാദിക്കും. ഈ അടുത്ത കാലത്തൊരു ഹിന്ദി സിനിമയുടെ വില്ലനെ ഈ പറയുമാതിരി ഒരു സ്റ്റേജിൽ വെച്ച് ഈ പറയുന്ന ഈ സിനിമ കാണുന്ന ആൾ കണ്ടപ്പോൾ പിടിച്ചടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ കലയിൽ അയാൾ കൊടുത്ത ഡെഡിക്കേഷനാണ് ആ റിസൾട്ടായിട്ട് വന്നെങ്കിൽ പോലും അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നേരെ മറിച്ച് വിവിയയുടെ കാര്യത്തിൽ ഈ ഒരു പ്രാങ്ക് വീഡിയോ വിവിയയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് തന്നെ മാറ്റിക്കളഞ്ഞു. മലയാളികളുടെ സ്വന്തം തേപ്പുകാരിയായ ഈ ഒരു നായികയെ ഇപ്പം ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവർക്ക് നല്ല നല്ല കമൻസ് വന്നു തുടങ്ങി. അത് അനൂപേട്ടൻ്റെ ആ ഒരു ഇതാണ്. അനൂപേട്ടൻ അവരറിയാതെ പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ദോഷമായിട്ടാണ് ഭവിക്കാറുള്ളത്. പക്ഷെ വിവിയയ്ക്ക് അതെന്തോ നന്നായിട്ട് തന്നെ ഭവിച്ചു. അത് നല്ലൊരു, എന്താ പറയുന്നത്, വിവിയ തമിഴിലൊക്കെ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം മെയിൻ ക്യാരക്ടർ അല്ലെങ്കിലും നല്ല ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാവും നല്ല കലാകാരിയാണ്. ഉന്നത ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.